ഈ പ്രപഞ്ചം ഉണ്ടായ കാലം, ആകാശങ്ങളും ഭൂമിയും മാലാഖമാരും ജിന്നുകളും മാത്രം നിലനിന്നിരുന്ന ഒരു കാലഘട്ടം. അവിടെയാണ് അള്ളാഹു ഒരു പുതിയ സൃഷ്ടിയെ കുറിച്ച് പ്രഖ്യാപിക്കുന്നത്. ലോകത്തിലെ ആദ്യത്തെ മനുഷ്യൻ, അള്ളാഹുവിൻ്റെ ആദ്യത്തെ പ്രവാചകൻ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം. സങ്കല്പ കഥകൾക്കപ്പുറം ഖുർആനും ഹദീസും നമുക്ക് പറഞ്ഞു തരുന്ന ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആദം നബിയുടെ യഥാർത്ഥ ചരിത്രം ഇതാണ്. അള്ളാഹു ഭൂമിയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മണ്ണ് ശേഖരിക്കാൻ കൽപ്പിച്ചു. ചുവപ്പും കറുപ്പും വെളുപ്പും കലർന്ന ആ മണ്ണിൽ വെള്ളം ചേർത്ത് കുഴച്ചു. അത് പിന്നീട് ഉണങ്ങിയ മൺരൂപമായി മാറി. ശേഷം അള്ളാഹു അതിലേക്ക് തൻ്റെ ആത്മാവിനെ ഊതി. അങ്ങനെ ആ മൺരൂപത്തിന് ജീവൻ ലഭിച്ചു. അതായിരുന്നു ആദം നബി അലൈഹിസ്സലാം. ആദം നബിക്ക് അള്ളാഹു എല്ലാ വസ്തുക്കളുടെയും നാമങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ഇത് മലക്കുകൾക്ക് പോലും അറിയാത്ത അറിവായിരുന്നു. ആദം നബിയുടെ ഈ ശ്രേഷ്ഠത മലക്കുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അള്ളാഹു ഒരു പരീക്ഷണം നടത്തി. മലക്കുകൾക്ക് പറയാൻ കഴിയാത്ത കാര്യങ്ങൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം കൃത്യമായി വിവരിച്ചു. ആദം നബിയെ ആദരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സുജൂദ് ചെയ്യാൻ അള്ളാഹു മലക്കുകളോടും ജിന്നുകളോടും കൽപ്പിച്ചു. മലക്കുകളെല്ലാം ഉടൻ തന്നെ അനുസരിച്ചു. എന്നാൽ അവിടെയുണ്ടായിരുന്ന ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി എന്ന ജിന്ന് വിസമ്മതിച്ചു. അവൻ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെക്കാൾ ഉത്തമനാണ്. നീ എന്നെ തീയിനാൽ സൃഷ്ടിച്ചു, അദ്ദേഹത്തെ മണ്ണുകൊണ്ടു. ഈ അഹങ്കാരം കാരണം ഇബ്ലീസ് സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു. അന്നു മുതൽ ആദം നബിയുടെയും അദ്ദേഹത്തിൻ്റെ മക്കളുടെയും ബന്ധവൈരിയായി ഇബ്ലീസ് മാറി. ആദം നബിക്ക് കൂട്ടായി അള്ളാഹു ഹവ്വ ബീവിയെ സൃഷ്ടിച്ചു. അവർ സ്വർഗത്തിൽ സുഖമായി താമസിച്ചു. അള്ളാഹു അവർക്ക് ഒരു നിബന്ധന മാത്രം നൽകി. ഈ കാണുന്ന മരത്തിനടുത്തേക്ക് നിങ്ങൾ പോകരുത്, അതിൻ്റെ ഫലം ഭക്ഷിക്കരുത്. എന്നാൽ ഇബ്ലീസ് അവരെ ചതിക്കാൻ തീരുമാനിച്ചു. അവൻ അവരുടെ അടുത്തെത്തി ഉപദേശിയുടെ വേഷത്തിൽ പറഞ്ഞു, ഈ മരത്തിലെ കനി ഭക്ഷിച്ചാൽ നിങ്ങൾ മലക്കുകളാകും, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ശാശ്വതമായി വസിക്കും. ഒടുവിൽ ഇബ്ലീസിന്റെ കെണിയിൽ വീണ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഹവ്വ ബീവിയും ആ കനി ഭക്ഷിച്ചു. അബദ്ധം പറ്റിയെന്ന് തിരിച്ചറിഞ്ഞ അവർ അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങി. അള്ളാഹു അവർക്ക് മാപ്പ് നൽകി. എങ്കിലും ഭൂമിയിലെ മനുഷ്യജീവിതം എന്ന അള്ളാഹുവിൻ്റെ പദ്ധതി നടപ്പിലാക്കാൻ അവരോട് ഭൂമിയിലേക്ക് ഇറങ്ങാൻ കൽപ്പിച്ചു. ഭൂമിയിൽ ആദം നബിയും ഹവ്വ ബീവിയും 2 സ്ഥലങ്ങളിലായി ഇറങ്ങിയെന്നും പിന്നീട് അറഫയിൽ വെച്ച് കണ്ടുമുട്ടിയെന്നും ചരിത്രങ്ങളിൽ കാണാം. ഭൂമിയിൽ അവർ കൃഷി ചെയ്തും അധ്വാനിച്ചും ജീവിച്ചു. അവർക്ക് മക്കളുണ്ടായി. മനുഷ്യവംശം ഭൂമിയിൽ വ്യാപിക്കാൻ തുടങ്ങി. തൻ്റെ മക്കൾക്ക് അള്ളാഹുവിൻ്റെ ഏകദൈവ വിശ്വാസം ആദം നബി പകർന്നു നൽകി. ഏകദേശം 1000 വർഷത്തോളം അദ്ദേഹം ജീവിച്ചുവെന്നാണ് പറയപ്പെടുന്നത്. ആദം നബിയുടെ ചരിത്രം വെറുമൊരു കഥയല്ല, അത് നമ്മൾ ഓരോരുത്തരുടെയും ചരിത്രമാണ്. അഹങ്കാരം വിനാശത്തിലേക്കും തെറ്റുകൾ ഏറ്റുപറയുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലേക്കും നമ്മെ എത്തിക്കുന്നു എന്ന വലിയ പാഠം ഇത് നൽകുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കും എത്തിക്കുക.